വീണ്ടും ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. 100-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ വർഷിച്ച് ഇസ്രായേൽ. ആയുധ സംഭരണികൾ ഉൾപ്പെടുന്ന കമാൻഡ് സെന്ററുകൾ ചാരമായി. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷാവസ്ഥ കനക്കുന്നു. സമാധാന പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനൻ പ്രദേശങ്ങളിൽ വൻ സൈനിക നീക്കവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് 100-ലധികം ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ശനിയാഴ്ച മാത്രം ഏകദേശം 120 ലക്ഷ്യങ്ങൾ ഇവിടെ തകർത്തതായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. ഇസ്രായേൽ സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും നേരെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ തങ്ങളുടെ സൈനികർക്ക് അടുത്ത് പ്രവർത്തിച്ചിരുന്ന നിരവധി തീവ്രവാദികളെ വധിച്ചുവെന്ന അവകാശവാദവും ഇസ്രായേൽ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വലിയ സംഘർഷാവസ്ഥ, അതായത് യുദ്ധഭീതി കൂടുതൽ കനക്കുകയാണ്. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ചോദ്യങ്ങളടക്കം ഇവിടെ ഉയരുന്നുണ്ട്. ഇസ്രായേൽ സൈനികർക്കും സാധാരണക്കാർക്കുമെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ നടത്തിയതായി തന്നെ സൈനിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ സൈനികർക്ക് സമീപം പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി തന്നെ ഇസ്രായേൽ അവകാശപ്പെടുന്നു. 70 ഹിസ്ബുള്ള സൈനിക ഘടനകളും സംഘടനയുമായി തന്നെ ബന്ധപ്പെട്ട് ഏകദേശം 50 കെട്ടിടങ്ങളും ലക്ഷ്യമിട്ടതായി തന്നെ ഇപ്പോൾ IDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ കമാൻഡ് സെന്റർ, ആയുധ സംഭരണ സൗകര്യങ്ങൾ, സൈനിക കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ അതിർത്തിയുടെ സുരക്ഷയ്ക്ക് ഗണ്യമായ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഏറ്റുമുട്ടലിൽ അവിടെ നിന്നുകൊണ്ട് 3 ഭീകരർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും അതിൽ 4-ാമന് വെടിയേറ്റ് മരിച്ചതായും തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം അവിടെ തന്നെ നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ നിയമങ്ങൾക്കുള്ളിൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് എന്നും ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായാൽ സൈന്യം പൂർണ്ണ ശക്തിയോടുകൂടി തന്നെ പ്രതികരിക്കും എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ സദേൺ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.